നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലെ വ്യത്യസ്ത വഴിപാടുകളെ പറ്റിയാണ്. അതായത് വിവാഹകാര്യ തടസ്സങ്ങൾക്കും രോഗശമനത്തിനായുള്ള വഴിപാടുകളും കാര്യസിദ്ധിക്കായുള്ളവയും വിദ്യാവിജയം ഇവയ്ക്കെല്ലാമായി പരിഹാരം ഈ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ സമർപ്പിച്ചാൽ ദുരിതങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. ഒപ്പം കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകും. എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിലാണ് ചോറ്റാനിക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 27 നക്ഷത്രങ്ങളിൽ 10ാമത്തെ നക്ഷത്രമാണ് മകം നക്ഷത്രം. മകം നക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണ്. വിവാഹത്തിന് നല്ല നക്ഷത്രമാണ് മകം. മകം പിറന്ന മങ്കയെന്ന ചൊല്ല് അന്വർത്ഥമാകുന്നു. മകം തൊഴൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വില്വമംഗലത്തിന് ദേവി ആദ്യ ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തമാണെന്ന് പഴമ. അതേ തുടർന്ന് പല ഭഗവതി ക്ഷേത്രങ്ങളിലും മകം ദർശനത്തിന് പ്രാധാന്യം വർദ്ധിച്ചു. മാംഗല്യഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും സർവകാര്യസിദ്ധിക്കും ചോറ്റാനിക്കര മകം വളരെ വിശേഷമാകുന്നു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കോട്ടയ്ക്കൽ വെട്ടിച്ചിറയ്ക്കടുത്ത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറോട്ടാണ് ദർശനം. കിരാത പാർവതിയാണ് സങ്കല്പം. മുട്ടറക്കൽ പോലെ തന്നെ പൂമൂടലും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഒരു പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ. കാര്യസിദ്ധിക്കായി മുട്ടുകൾ അറുക്കുന്നത് വളരെ ഉത്തമമാണ്. നാളികേരമുടച്ച് നാം നമ്മുടെ ജീവിതയാത്രയിലെ തടസ്സങ്ങൾ അറുത്തുമാറ്റി മുന്നോട്ടു പോകുന്നതിനുള്ള ശക്തി നൽകുവാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് സാരം. അതോടെ തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നും ദേവി അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭൂമിമുട്ട്, ഗൃഹമുട്ട്, ശത്രുമുട്ട്, വാഹനമുട്ട്, സന്താനമുട്ട്, മംഗല്യമുട്ട്, വിദ്യാമുട്ട് എന്നിങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ടു കിടക്കുന്ന വിഘ്നങ്ങളെ അകറ്റുന്നതിനും പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കുന്നതിന് കാര്യസാധ്യത്തിനുള്ള വഴി തെളിയുമെന്നും സങ്കല്പം. യാതൊരു കാര്യത്തിനാണോ വിഷമം അതിൻ്റെ പേരിൽ പറഞ്ഞ് മുട്ടറക്കാവുന്നതാണ്. മുട്ടറക്കൽ പോലെ തന്നെ പൂമൂടലും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ പരവൂർ റൂട്ടിലാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദാമ്പത്യബന്ധം ദൃഢമാകുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനും സന്താനഭാഗ്യത്തിനും ക്ഷേത്രത്തിലെ പള്ളിയറ പൂജ തൊഴുത് പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 5 പൂജയുള്ള മഹാക്ഷേത്രമാണ്. 3 ശീവേലിയുമുണ്ട്. പള്ളിയുണർത്തൽ കഴിഞ്ഞാൽ നട തുറപ്പും മൂലസ്ഥാനത്ത് അഭിഷേകവും പള്ളിയറയിൽ നിന്നും ദേവനെയും ദേവിയെയും മുഖമണ്ഡപത്തിലേക്ക് ആനയിച്ച് നിർമാല്യം മാറ്റുന്നു. തുടർന്ന് അഭിഷേകം. പിന്നീട് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നു. വൈകിട്ട് നട തുറന്നാൽ അഭിഷേകവും ദീപാരാധനയും അത്താഴപൂജയും ചിട്ടയോടെ നടത്തുന്നു. പിന്നീട് ദേവനെയും ദേവിയെയും ശ്രീകോവിലിൽ നിന്ന് പല്ലക്കിൽ പള്ളിയറയിലേക്ക് എഴുന്നള്ളിച്ച് പള്ളിയറ ദമ്പതി പൂജ നടത്തുന്നു. ഉമാമഹേശ്വര സാന്നിധ്യം കണ്ട് തൊഴുന്നത് ഉത്തമമാകുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കിഴക്കേക്കോട്ടയിൽ നിന്നും 3 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. മഹാക്ഷേത്ര പദവി അലങ്കരിക്കുന്നു. 4 പൂജയും ശ്രീവേലിയുമുണ്ട്. പ്രധാന വഴിപാട് കളഭാഭിഷേകം. കുംഭമാസത്തിലെ പൗർണമിയും പൂരം നാളും ചേർന്നു വരുന്ന ദിവസമാണ് പൊങ്കാല സമർപ്പണം. അതിനു മുന്നേയുള്ള കാർത്തിക നാളിൽ ഉത്സവം തുടങ്ങും. അന്നു മുതൽ 10 ദിവസം ഉത്സവകാലമാണ്. അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്നത് കാര്യസിദ്ധിക്കും രോഗശമനത്തിനുമാണെന്ന് വിശ്വസിക്കുന്നു. പൊങ്കാലയ്ക്ക് പേരുകേട്ട മറ്റൊരു ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ്. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ സ്വയംഭൂ ദുർഗ കിഴക്കോട്ട് ദർശനമായി വരുന്നു. ക്ഷേത്രസങ്കേതത്തിൽ പ്രത്യേകം അടുപ്പുണ്ടാക്കി ശുദ്ധി വരുത്തി മൺകലത്തിൽ ഉണ്ടാക്കുന്ന നിവേദ്യം
ദേവിക്കും പരിസരവാസികൾക്കും മറ്റും സമർപ്പിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഇഷ്ടഫലസിദ്ധി കൈവരിക്കുവാൻ ദേവി അനുഗ്രഹം ചൊരിയുമെന്ന് പഴമക്കാർ പറയുന്നു. പൊങ്കാല പോലെ തന്നെ നാരീപൂജയും ഇവിടെ പ്രധാനമാകുന്നു. വർഷം തോറും ധനുമാസത്തിലെ 30 വെള്ളിയാഴ്ച നടത്തിവരുന്നു. ധാരാളം പേർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകൾ ദേവിയുടെ അവതാരങ്ങളാണ്. അവർ ദുഃഖിക്കുവാൻ പാടില്ല. നാരീപൂജയിലൂടെ സാക്ഷാൽ ശക്തിസ്വരൂപിണിയായ ദുർഗാദേവി അഷ്ടൈശ്വര്യത്തോടെ സ്ത്രീകളിൽ കുടികൊണ്ട് സകല ദുഃഖങ്ങളും അകറ്റി അവരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പഴവങ്ങാടിയിലെത്തി നാളികേരം ഉടയ്ക്കുന്നു. ഭക്തന് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ ഗണപതി വരമരുളുമെന്നാണ് വിശ്വാസം. നാളികേരം ഉടഞ്ഞാൽ തടസ്സങ്ങൾ നീങ്ങി ആഗ്രഹങ്ങൾ സാധ്യമാകുമെന്നും ഉടയാതിരുന്നാൽ കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു.